ഇപ്പോൾ നമ്മളോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ അമീർ പിച്ചാനും ഒപ്പം ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ളയും ചേരുന്നുണ്ട്. ആദ്യം അമീർ പിച്ചാനിലേക്ക്. ശ്രീ അമീർ പിച്ചാൻ, ഇവിടെ കടുത്ത നിലപാടുകൾ ട്രംപ് എടുക്കുന്നു. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ആ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ, ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് ഈ WHO അംഗത്വം, ഈ സാമ്പത്തിക സഹായമെല്ലാം നിർത്തലാക്കുന്നു എന്നൊക്കെയുള്ള, അതായത് കോവിഡ് കൈകാര്യം ചെയ്തില്ല എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിലാണ് ലോകം മുഴുവൻ ചർച്ചയാകുന്ന വിഷയങ്ങളിൽ കടുത്ത തീരുമാനത്തിലേക്ക് ട്രംപ് പോകുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ട് അമേരിക്കൻസിനെ, ഇല്ലെങ്കിൽ നിലവിൽ അവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചുണ്ടാകും? എത്ര വലിയൊരു ബാഡ് മാർക്കായി, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് ട്രംപിന് അത് നിലനിൽക്കും? അത് പറഞ്ഞത് വളരെ വളരെ വാസ്തവമാണ്, വളരെ ശരിയാണ്. കാരണം ഇതില് ഈ ട്രാൻസ്ജെൻഡർ പോളിസി എടുത്ത് മാറ്റുന്നതോട് കൂടിയിട്ട് ഒരു മോഡേൺ സൊസൈറ്റി കുറേയും കൂടി ഒരു കൺസർവേറ്റീവ് സൊസൈറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത് സ്പോർട്സ് രംഗത്തായാലും വേറെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലായാലും സ്കൂളിംഗ് എഡ്യൂക്കേഷനിലായാലും ഇത് ഒരു വലിയൊരു ഡ്രോബാക്ക് ഇതിൽ രണ്ടിലും പെടാത്ത ഒരു വർഗം ആൾക്കാർക്ക് ബാധിക്കുന്നതാണ്. ഇപ്പൊ ഞാനൊക്കെ ഇരിക്കുന്ന ഓസ്ട്രേലിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഏതൊരു ഫോമോ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ഫോമോ ഫില്ല് ചെയ്യുന്ന സമയത്തും ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷനോ ജോലിയാണെന്നുണ്ടെങ്കിലും യു ക്യാൻ സ്പെസിഫൈ either മെയിൽ, ഫീമെയിൽ or LGBT or whatever you have. It's very very modern, very എന്താ പറയുക, വെരി മോഡേൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇവിടെ എടുക്കുന്ന സമയത്ത് അമേരിക്ക ഹാസ് ഗോൺ ബാക്ക് ടു മോർ ടു എ കൺസർവേറ്റീവ് അപ്രോച്ച് ആൻഡ് ദാറ്റ് റിയലി വിൽ ഗിവ് എ വെരി ബാഡ്. അതാണ് ബൈഡനെ എതിർക്കുക, ഇല്ലെങ്കിൽ ബൈഡൻ യെസ് പറഞ്ഞതിനെല്ലാം ട്രംപ് നോ പറയുന്നതിലൂടെ അമേരിക്ക പിന്നോട്ട് നടക്കുന്നു എന്ന് കൂടിയല്ലേ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ മനസ്സിലാക്കേണ്ടത്? ദാറ്റ് ഈസ് എക്സാക്ട്ലി ട്രൂ. അമേരിക്ക കുറേയും കൂടി കൺസർവേറ്റീവ് ആയിട്ട് കുറേ കൺസർവേറ്റീവ് അപ്രോച്ച് കുറേ ബാക്ക്വേർഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് ഗോട്ട് സം സോർട്ട് ഓഫ് എൻ ഇറാഷണൽ ബിഹേവിയർ. അത് നമ്മൾ മുമ്പത്തെ ഇതിലും കണ്ടു, പ്രസിഡൻഷ്യലും കണ്ടതാണ്. അപ്പൊ ആരൊക്കെ എന്തൊക്കെ അഗ്രിമെന്റ് ഒപ്പിട്ടോ അതൊക്കെ റിവേഴ്സ് ചെയ്യാന്നുള്ളത് കൂടി അയാളൊരു സക്സസ് ഫാക്ടറായിട്ട് പുള്ളി പ്രസിഡന്റ് കാണുന്നു. അതുകൊണ്ടാണ് 2017 he reversed the climate agreement, which Biden reversed again when he came to power. വന്നപ്പോൾ വീണ്ടും മാറ്റി. അത് വീണ്ടും ദ വെരി ഫസ്റ്റ് ഡേ ഇന്ന് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആ 2017 ക്ലൈമറ്റ് അഗ്രിമെന്റ് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഓർഡർ ഇഷ്യൂ ചെയ്തു. അപ്പൊ ഇവിടെ നോക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സമയത്ത് തന്നെ ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും വൈൽഡ് ഫ്ലവേഴ്സ് ഇൻ ദ വിന്റർ മന്തില് ഈ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്ക ഇറ്റ്സെൽഫ് ഈ സബ്ജക്ട് ടു ലോട്ട് ഓഫ് സൈക്ലോൺസും ഇതുമാതിരിയുള്ള കറ്റാസ്ട്രോഫിക് ക്ലൈമറ്റ് ബിഹേവിയറിന് പല എപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് എല്ലാം മറികടന്നുകൊണ്ട് ഈ ഒരു ക്ലൈമറ്റ് അഗ്രിമെന്റ് ഒരു തട്ടിപ്പാന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ ട്രംപ് അതിൽ നിന്നും പിന്മാറുന്നത്. അതും ഒരു വലിയൊരു എഫക്റ്റ് ഒരു ഗ്ലോബൽ സിനാരിയോ ഉണ്ടാക്കും. അതൊന്ന്. രണ്ടാമത് വേറൊന്ന് ആള് നേരത്തെ നിങ്ങൾ ആങ്കർ സുഹൈൽ പറഞ്ഞ മാതിരി WHO എന്നുള്ള പിന്മാറ്റാണ്. WHO ഈസ് a part of the United Nations and part of the world global health program, and they do lot of services around the world. അപ്പൊ അവരുടെ നല്ലൊരു ഫണ്ടിങ് വരുന്നത് US എന്നാണ്. US അതിനുള്ള ഫണ്ടിങ് കട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അവരുടെ സർവീസ് ഡെലിവറിക്കും കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ബാധിക്കും. ഇവിടെ ഇപ്പൊ US ആണ് ഈ ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും വലിയ ധനസഹായം. അപ്പം US പിന്മാറുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആഗോളാരോഗ്യ സുരക്ഷയെ, ഇല്ലെങ്കിൽ ഈ സംഘടനയെ തന്നെ പൂർണ്ണമായിട്ട് ബാധിക്കുന്ന തരത്തിലല്ലേ? അതെങ്ങനെ മറികടക്കുമെന്നാണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അവർ പല UN ഓർഗനൈസേഷന് പിന്മാറാറുണ്ട്. ബിക്കോസ് ഞാൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ കുറെ കാലം ജോലി ചെയ്തതാണ്. അതും UN ഒരു ബോഡിനെ ആയിരുന്നു. വി വർ റെസ്പോൺസിബിൾ ഫോർ ന്യൂക്ലിയർ വെപ്പൺ ഡിറ്റക്ഷൻ പ്രോഗ്രാംസും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളിലൊക്കെ ആയിട്ട്. പക്ഷെ ഈ സാധാരണ ഒരു പ്രോഗ്രാമിൽ പിന്മാറുന്നതോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫണ്ടിങ്ങിൽ നിന്ന് US പിന്മാറുന്നതോട് കൂടിയിട്ടോ മറ്റുള്ള രാജ്യങ്ങൾ ദേ സ്റ്റെപ്പ് ഇൻ ആൻഡ് ആഡ് മോർ ഫണ്ട്സ്. അതുകൊണ്ടാണ് കവർ ചെയ്ത് പോയിരുന്നത്. സാധാരണ നിലയ്ക്ക് കൺട്രീസ് ലൈക്ക് ജപ്പാൻ, ജർമ്മനി ഇവരൊക്കെ ആയിരുന്നു അത് കൂടുതൽ ഫണ്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു. അപ്പോ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ US പിന്മാറുന്നതോട് കൂടിയിട്ട് ഇൽ വിൽ ഹാവ് എ സീരിയസ് ഇമ്പാക്ട്. ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ ഇനി മറ്റുള്ള രാജ്യങ്ങൾ അത് ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ എഫക്ട് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോ അതിനെ കുറിച്ച് നമുക്ക് ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാനോ പറ്റത്തില്ല. കാരണം വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് ബട്ട് ഇറ്റ് ഈസ് എ ഗ്ലോബൽ ഇഷ്യൂ. ഇത് കൂടാണ്ട് തന്നെ ട്രംപ് വേറൊന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വേറെ പല എയ്ഡ് ഏജൻസീസിനും ഒരുപാട് ധനസഹായം കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതെല്ലാം പലതും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഫോർ 90 days until his administration does a review and find out what those agencies are doing. അത് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ വെൽഫെയറിനും വേൾഡ് ഫുഡ് പ്രോഗ്രാംസ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ പല
തരത്തിലുള്ള വേൾഡ് NGOസിനൊക്കെ കൊടുക്കുന്ന ഫണ്ടിങ്സ് ആണ്. ആ ഫണ്ടിങ്സും ഇപ്പോൾ 90 ഡേയ്സിന് സസ്പെൻഡ് ചെയ്തിട്ട് until the review of his administration does review and then only it will come into effect whether to continue to or not. അപ്പൊ ഇതെല്ലാം അമേരിക്ക സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് അതുകൊണ്ട് എന്ത് ഗെയിൻ ഉണ്ടാകുന്നു? ഒരു എയ്ഡ് ഏജൻസീസിക്ക് അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനോ ഫണ്ട് കൊടുത്തുകൊണ്ട് അമേരിക്കക്ക് എന്ത് ഗെയിൻ ഉണ്ടാവുന്നു? അമേരിക്കയുടെ പ്രൊഫൈലോ അല്ലെങ്കിൽ അതുകൊണ്ട് വല്ല മെച്ചുണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമായിരിക്കും തീരുമാനം എടുക്കുക. സോ അമേരിക്ക ഫസ്റ്റ്, അതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഫണ്ടിങ് എന്നൊക്കെ അവർ പിന്മാറുന്നു. അപ്പൊ ഒരു ഗ്ലോബൽ സിനാറിയോ ഒരു വേൾഡിൽ ഒരു ഗ്ലോബൽ സിനാറിയോ എന്നും ഒരു അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഒന്നും അത് വളരെ സീരിയസ് ആയിട്ട് അഫക്ട് ചെയ്ത് അതൊരു ബാക്കോട്ട് പോകുന്നതാണ് അപ്പൊ അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിലായി. നന്ദി ശ്രീ അമീർ പിച്ചാൻ, ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ള കൂടി ചേരുന്നുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ഡോക്ടർ മോഹൻ പിള്ള, ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ, ശ്രീ അമീർ പിച്ചാൻ പറഞ്ഞതുപോലെ ഒരുപാട് പിന്നോട്ട് പോകുന്ന രീതിയിൽ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലെല്ലാം ഒപ്പുവെക്കുമ്പോൾ ഈ വിവാദ വിഷയങ്ങളിലെല്ലാം ട്രംപ് ഇത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അത് അമേരിക്കയെ പിന്നോട്ടടിക്കുന്ന നിലപാടല്ലേ? അമേരിക്കയെ പിന്നോട്ടടിക്കും എന്നുള്ള രീതി നമുക്ക് 100% പറയാൻ സാധിക്കില്ല ഇപ്പോഴത്തെ ലെവലിൽ. ഇത് നമ്മുടെ വിദേശകാര്യ വിദഗ്ധനും അതുപോലെ തന്നെ നമ്മുടെ ജേർണലിസ്റ്റും പറഞ്ഞത് വളരെ കൃത്യമാണ്. ഈ എഗ്രിമെന്റിൽ നിന്ന്, പാരീസ് എഗ്രിമെന്റിൽ നിന്ന് പിന്മാറുന്നു. അമേരിക്ക അൺനെസസറി ആയിട്ട് എന്തിനാണ് പൈസ കൊടുക്കുന്നത്? അത് ആ ഒരു ആംഗിളിൽ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ കണ്ടത് ഇനിയും വരാൻ പോകുന്ന 4 വർഷം, ഈ 4 വർഷം വേൾഡ് ട്രേഡ് വാർ തുടക്കം കുറിക്കാൻ ട്രംപിന്റെ തീരുമാനം വന്നു എന്നുള്ള രീതിയിലാണ്. ആദ്യം പറഞ്ഞ എന്താണ്? ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പനാമ കനാൽ പനാമയ്ക്ക് കൊടുത്തപ്പോൾ ചൈനീസിൽ നിന്നും അത് എടുക്കുക, ചൈനീസിന് അതുവഴിയുള്ള എൻട്രി ഇല്ലാതെക്കുക. പറയാതെ പറഞ്ഞു വെച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആരും ശ്രദ്ധിച്ചോന്നറിയില്ല. പനാമ കനാൽ ചൈനീസിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായിട്ട് ഡയറക്റ്റ് കോൺഫ്രൺട്രേഷന് അമേരിക്ക റെഡിയാവുന്നു എന്നുള്ളതിനൊരു തീരുമാനമാണ്. അതായത് ചൈനയുടെ ട്രേഡ് അവര് ഓൾട്ടർനേറ്റീവ് റൂട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ഈ പനാമ കനാല് ബ്ലോക്കേഡ് വരുവാണെങ്കിൽ. അത് തീർച്ചയായിട്ടും ചൈനയ്ക്ക് മാത്രമല്ല, അങ്ങനെ ചൈനയെ മാത്രം ലക്ഷ്യമിടുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് തിരിച്ചടിയാകില്ലേ? ഇപ്പം WHO നിന്ന് തന്നെ പിൻവാങ്ങുന്നു എന്ന് പറയുമ്പോൾ ചൈന ഫണ്ട് ഇറക്കുന്നത് കുറവാണ്, അതുകൊണ്ട് അമേരിക്കയും ഇനി ഫണ്ട് ഇടില്ല എന്ന് പറയുന്നതിൽ ഒരു ശരികേട് കൂടിയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ആംഗിളിലോട്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം ചൈനയുമായിട്ട് ഏത് രീതിയിലും, അതായത് ട്രംപ് ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷനിലും ചൈനയെ വളരെ കോവിഡ് ടൈമിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. കോവിഡ് ടൈമിൽ അങ്ങേയറ്റം ചൈനയാണ് അതിന്റെ 100% റെസ്പോൺസിബിലിറ്റി ഉൾക്കൊള്ളേണ്ട രാജ്യം, അവിടെയാണ് അതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞ് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ചൈനയെ അപഹാസ്യമാക്കിയ ഒരു പ്രസിഡന്റാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. പക്ഷെ ചൈനയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒപ്പം അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ എങ്കിൽ പോലും വേൾഡ് ട്രേഡില് അമേരിക്കയുമായിട്ട് മത്സരിച്ച് നിൽക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരായിട്ടുള്ള പോളിസികളാണ് ഇനിയും വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും. അപ്പം അമേരിക്കയുടെ പോളിസിയിൽ നിന്ന് പുറകോട്ട് പോകുക എന്നല്ല അതിനർത്ഥം. നമ്മൾ മറ്റേ ആംഗിളിൽ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അമേരിക്ക ട്രേഡ് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി, അമേരിക്കയുടെ സാധനങ്ങൾ അമേരിക്കയിലുള്ളത്, അതായത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ടാക്സ് കൊടുക്കുക, അമേരിക്കൻ സാധനങ്ങൾക്ക് കൂടുതൽ ടാക്സ് കിട്ടുക, അപ്പോൾ എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യുക. അപ്പം ഓൺ ഇൻട്രസ്റ്റ്, അമേരിക്കയുടെ ഓൺ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ആംഗിളിൽ കണ്ടാൽ ഗ്ലോബലി അമേരിക്ക പുറകോട്ട് പോകുന്നുവെങ്കിലും ഇന്റേണലി ആൻഡ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് US അമേരിക്ക സ്വയം ഡെവലപ്പ് ചെയ്യുന്നതിൽ ഉള്ള ഒരു സ്റ്റേജ് വരും. നന്ദി ഡോക്ടർ മോഹൻ പിള്ള ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. ഇനി ഇന്നത്തെ